ഈ IPL കന്നി കിരീടനേട്ടം ആഘോഷിക്കാനെത്തിയതിനിടെ ഉണ്ടായ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുന്നുവെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചതാണ്. മജിസ്ട്രേറ്റ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മജിസ്ട്രേറ്റ് തല അന്വേഷണം 15 ദിവസത്തിനകം പൂർത്തിയാക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് അറിയുന്നു. ഗൗതം, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം അല്ലെങ്കിൽ സർക്കാർ നടപടി ഉണ്ടായിരിക്കുന്നത്? വീണ, ഇപ്പോൾ ഈ IPLുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഈ ആഘോഷം ഒരു ദുരന്തമായി മാറിയതോടുകൂടി കർണാടക സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. കാരണം ഈ ആഘോഷത്തിൽ ഇത്രയുമധികം ആളുകൾ കൂടിയിട്ടും അതിന് വേണ്ട രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇതിപ്പോൾ പ്രതിപക്ഷ പാർട്ടികളും പൊതുസമൂഹവും എല്ലാം സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ തിരിഞ്ഞ ഘട്ടത്തിലാണ്. സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണെങ്കിലും കർണാടകയിലെ കോൺഗ്രസ് സർക്കാരാണെങ്കിലും തയ്യാറായിട്ടുള്ളത്. നിലവിൽ സർക്കാർ വിശദീകരിക്കുന്നത് 50,000-നടുത്ത് പോലീസുകാരുണ്ടായിരുന്നു എന്നൊക്കെയുള്ളതാണ്. പക്ഷേ വസ്തുത എന്നത് നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കും. അവിടെ തിക്കും തിരക്കും ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിനെ നിയന്ത്രിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. അതാണ് ഇത്ര വലിയൊരു ദുരന്തം, ഒരാഘോഷം ഒരു ദുരന്തമായി മാറാനുള്ള കാരണം. നമുക്കറിയാം, ഇതിനെക്കാട്ടിൽ വലിയ ആൾക്കൂട്ടമാണ് കഴിഞ്ഞ വർഷം ഭാരതം 2020 ലോകകപ്പ് നേടിയ സമയത്ത് ഭാരതത്തിൻ്റെ ക്രിക്കറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിക്കറ്റിൻ്റെ ഈറ്റില്ലമായി നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുന്ന മുംബൈ നഗരത്തിലുണ്ടായ ആൾക്കൂട്ടം ഇതിൻ്റെ 10 മടങ്ങായിരുന്നു. കാരണം അത് ഒരു ലോകകപ്പ് നേടി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ താരങ്ങൾ തിരിച്ചു വരുന്ന ഘട്ടത്തിലുണ്ടായ ആഘോഷവും IPL ആഘോഷവുമായി താരതമ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം മുംബൈയിൽ അന്ന് നടന്നത് അത്രത്തോളം വലിയ ആഘോഷവും വലിയ ആൾക്കൂട്ടവുമാണ്. പക്ഷേ അവിടെ ഒന്നും ഒരു ചെറിയ പ്രശ്നം പോലും ഉണ്ടാകാതെ അതൊക്കെ വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നു. പക്ഷേ ഈ IPLുമായി ബന്ധപ്പെട്ട് നടന്ന ആഘോഷം നിയന്ത്രിക്കുവാൻ അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല എന്ന വിമർശനമാണ് ഇപ്പോൾ കർണാടകയിലെ സർക്കാരിനെതിരെ ഉയരുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ ഒരു ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും തൻ്റെ സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നൊരു തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മജിസ്ട്രേറിയൽ അന്വേഷണവും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലത്തെ തിരക്കിൽ 11 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടത്. അതിൽ 14 വയസ്സ് ഉള്ള കൊച്ചുകുട്ടിയും സ്ത്രീകളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. 8 പേർ ബംഗളൂരു സ്വദേശികൾ തന്നെയാണ്. നിരവധി പേർക്ക്, ഏതാണ്ട് 50ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. വീണ, ഗൗതം, ആ സ്റ്റേഡിയത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം ആളുകൾ, 10 മടങ്ങ് ആളുകൾ തടിച്ചുകൂടിയതാണ് ഈ പ്രശ്നത്തിലേക്ക് വഴിവെച്ചത് എന്ന് പറയുമ്പോൾ തന്നെ ഇത് മുൻകൂട്ടി കാണാൻ എന്തുകൊണ്ട് കഴിയാതെ പോയി? ഇത് മുൻകൂട്ടി കാണാതെ എങ്ങനെ ഇങ്ങനൊരു ആഘോഷം സംഘടിപ്പിച്ചു എന്ന ചോദ്യങ്ങളൊക്കെയും ബാക്കി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് 22ഓളം ഗേറ്റുകളുള്ള സ്റ്റേഡിയത്തിൽ 3 ഗേറ്റുകൾ മാത്രം തുറന്നു വയ്ക്കുക, 3 ലക്ഷത്തിലധികം ആളുകൾ തടിച്ചുകൂടുമ്പോൾ ടിക്കറ്റ് വെച്ച് നടത്തുന്ന ഒരു പരിപാടിയായിരിക്കും. എങ്ങനെ ഈ 3 ലക്ഷം ആളുകൾ അവിടെ തടിച്ചുകൂടി? അത് തടിച്ചുകൂടും എന്ന് അറിയാൻ കഴിയാതെ പോയ സാഹചര്യം, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വീണ, അതുതന്നെയാണ് ഇപ്പോൾ വലിയ വിമർശനം ഈ കോൺഗ്രസ് സർക്കാരിനെതിരെ ഉയരാനുള്ള കാരണം. അതായത് ഈ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇത്തരം ഒരു ട്രോഫി നേടുന്ന ഘട്ടത്തിൽ ബംഗളൂരു നഗരത്തിൽ വലിയ ആഘോഷമുണ്ടാകുമെന്നത് സ്വാഭാവികമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസമാണ് ഈ ഫൈനൽ മത്സരം നടക്കുന്നത്. ഈ ടീം വിജയിച്ചതിനെ തുടർന്ന് അന്ന് രാത്രി തന്നെ ബംഗളൂരുവിൽ വലിയ ആഘോഷങ്ങൾ നടന്നിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ആ ആഘോഷം കണ്ടാൽ തന്നെ നമുക്കറിയാം അടുത്ത ദിവസം ഈ ട്രോഫിയുമായി ടീം എത്തുന്ന ഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ട്രോഫിയുമായി താരങ്ങൾ എത്തുന്ന ഘട്ടത്തിൽ എത്രത്തോളം വലിയ ആൾക്കൂട്ടം അവിടെ ഉണ്ടാകും എന്നത് സംബന്ധിച്ച് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് അത്തരം ഒരു ഉത്തരവാദിത്തം പോലും അവർക്കുണ്ടായിരുന്നില്ല. ഇത്ര വലിയ ആൾക്കൂട്ടം ഉണ്ടാകുമെന്ന് വളരെ മുൻപ് തന്നെ അതിൻ്റെ സൂചനകൾ ലഭിച്ചതാണ്. ഈ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിജയിക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിൻ്റെ ആഘോഷം കാണുമ്പോൾ സ്വാഭാവികമായും സാധാരണ ആളുകൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയും അത് വലിയൊരു ആഘോഷമായി അടുത്ത ദിവസം ഉണ്ടാകും. അതിൻ്റെ തുടക്കമാണ് ഈ രാത്രിയിൽ നമ്മൾ കാണുന്നത് എന്ന് തിരിച്ചറിയാൻ ഏതൊരു വ്യക്തിക്കും സാധിക്കേണ്ടതാണ്. പക്ഷേ അത് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിമർശനം എന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു വലിയ ദുരന്തം നഗരത്തിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് ബംഗളൂരു പോലെ ഒരു IT നഗരത്തിൽ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായത് എന്ന വിമർശനം ഇപ്പോൾ വിവിധ കോണുകളിൽ ശക്തമാവുകയാണ്. അത് സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ പോലീസ് സംവിധാനങ്ങൾക്കെതിരെയും എല്ലാം BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും ഇതിനകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ BJPയുടെ പ്രതിഷേധവും മറ്റും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഈ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും തൻ്റെ സർക്കാരിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ തനിക്ക് പിന്മാറാൻ കഴിയില്ല എന്നൊരു ഏറ്റുപറച്ചിലുമായി ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന് ഇത്തരമൊരു റാലി, ആഘോഷ റാലിയൊക്കെ നടത്തുമ്പോൾ അതിന് കൃത്യമായ നിർദ്ദേശം, നിയന്ത്രണം ഒക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. അതെല്ലാം കൊണ്ടുവന്നതിന് ശേഷമാണ് അതിന് അനുമതി നൽകേണ്ടതുമൊക്കെ. അപ്പോൾ ഈ ആഘോഷ റാലിക്ക് അനുമതി ഇല്ലായിരുന്നു, അനുമതി നൽകിയിരുന്നില്ല എന്ന
വാർത്തകളുമുണ്ട്. അതേസമയം അനുമതി നൽകാത്തൊരു റാലി നടക്കുമ്പോൾ അത് നിയന്ത്രിക്കാനോ തടയാനോ ശ്രമിച്ചില്ല എന്നതടക്കം കുറ്റങ്ങളും ബാക്കി നിൽക്കുന്നു. ഗൗതം, ഇത്തരമൊരു ആഘോഷത്തിന് അനുമതി നൽകിയിരുന്നില്ല എന്നതും ഇതോടൊപ്പം തന്നെ വലിയ വിവാദത്തിന് വഴിവെക്കുന്ന ഒന്നാണ്. കാരണം മുൻകൂട്ടി അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഈ ആഘോഷ പരിപാടികൾക്ക് ഈ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ആരാധകരാണെങ്കിലും എത്തിച്ചേരുന്നത്. സ്വാഭാവികമായിട്ടും വലിയ ആൾക്കൂട്ടം അവിടെ ഉണ്ടാകുമെന്നത് മുൻകൂട്ടി തിരിച്ചറിയേണ്ട ഒന്നായിരുന്നു. കാരണം സ്വാഭാവികമായും ഇതിൻ്റെ ആഘോഷ പരിപാടികൾ തൊട്ട് മുൻപുള്ള ദിവസം തന്നെ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ വലിയ ആഘോഷത്തിന് ഉള്ള ഒരു തുടക്കം ആ ദിവസം രാത്രി തന്നെ ആരംഭിച്ചതാണ്. അത് വകവയ്ക്കാതെ വീണ്ടും തൊട്ടടുത്ത ദിവസങ്ങളിൽ വലിയ ആൾക്കൂട്ടം വീണ്ടും ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഇതൊരു ദുരന്തമായി മാറുന്ന പശ്ചാത്തലമുണ്ടായത്. നിലവിൽ സർക്കാർ പറയുന്നത് ഏതാണ്ട് 50,000-നടുത്ത് പോലീസുകാരെ നഗരത്തിൽ വിന്യസിച്ചു എന്നുള്ളതാണ്. പക്ഷേ അത് പൊള്ളയായിട്ടുള്ള വാദമാണ് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ നിലവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം പല സ്ഥലങ്ങളിലും ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കാര്യമായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ആളുകൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പിടിച്ചു തള്ളുകയും ചെറിയ തോതിലുള്ള ഉന്തും തള്ളുമൊക്കെ ഈ തിരക്ക് കൂടുന്ന സമയത്തുണ്ടായിരുന്നു. ഒപ്പം ധാരാളം കൊച്ചുകുട്ടികളും അതോടൊപ്പം തന്നെ സ്ത്രീകളുമൊക്കെ ഈ ആഘോഷ പരിപാടിയുടെ ഭാഗമാകാനായി എത്തുന്നുണ്ടായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ അതിനെ ഒന്നും തന്നെ നിയന്ത്രിക്കുവാനുള്ള ഒരു തരത്തിലുമുള്ള ക്രമീകരണങ്ങൾ അവിടെ സർക്കാർ സംവിധാനങ്ങൾ ചെയ്തിരുന്നില്ല എന്നതാണിപ്പോൾ ഈ ദുരന്തം ഇത്രത്തോളം ഏതാണ്ട് 11 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ 50-നടുത്ത ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. അതിനാൽ ഈ സംഭവത്തിലൊരു മജിസ്ട്രേറിയൽ അന്വേഷണം കൊണ്ട് മാത്രം ഈ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം അടങ്ങും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം വ്യാപകമായ പ്രതിഷേധം സംസ്ഥാന സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ ഈ ടീം മാനേജ്മെൻറ്റ് ഇതിന് അനുമതി ഉൾപ്പെടെ തേടിയിരുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനവും ഇപ്പോൾ ഇതിനെതിരെ ഉയരുന്നുണ്ട്. അതിനാൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ളവർ മറുപടി പറയേണ്ടി വരും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ.